പാതിവില തട്ടിപ്പിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് പാലക്കാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുന്നുണ്ട്. പ്രവർത്തകർ ബാരിക്കേഡും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നു. ഗോകുൽ VS വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുകയാണ്. ഗോകുൽ, മാർച്ചിന്റെ നിലവിലത്തെ അവസ്ഥ എങ്ങനെയാണ്? സമാധാനപരമായി മുന്നോട്ട് പോകുന്നുണ്ടോ? പോലീസ് ഇടപെടൽ എങ്ങനെയാണ്? മാർച്ച് ഇപ്പോൾ സമാധാനപരമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനു മുൻപ് ആദ്യം ബാരിക്കേഡ് മറികടക്കാനും അതോടൊപ്പം തന്നെ പോലീസുകാരെ മറികടക്കാനും ചില പ്രവർത്തകർ ശ്രമിച്ചതും അതോടൊപ്പം തന്നെ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാധ്യത വന്നു. യൂത്ത് കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. അതായത് പാതിവില തട്ടിപ്പ് നടത്തിയവരെ സംരക്ഷിക്കാൻ മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലുള്ള ചിലർ ഇടപെട്ടു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. ബാരിക്കേഡ് വെച്ച് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ വെച്ച് തന്നെ ബാരിക്കേഡ് വെച്ച് പോലീസ് ഈ മാർച്ച് തടഞ്ഞു. ഇതിന്റെ മുന്നിലെത്തിയപ്പോഴാണ് പോലീസുമായി സംഘർഷമുണ്ടായത്. അതിനിടയിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ലാത്തി വെച്ച് ഉന്തി എന്നുള്ളത് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസുമായി ഒരു വാക്കുതർക്കമുണ്ടായത്. ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ അവരെ പിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ സുമേഷ് അച്യുതൻ അടക്കമുള്ളവർ എത്തി ഈ ഒരു രംഗം ശാന്തമാക്കാൻ, ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉള്ള മാർച്ച് ഇപ്പോഴും പുരോഗമിക്കുകയാണ്.